നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യത്തെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ദേശീയ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതത്തിന് കീഴിലാക്കി സൗജന്യമായി കുടുംബാടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഈ തീരുമാനം രാജ്യത്തുടനീളമുള്ള 6 കോടി മുതിർന്ന പൗരന്മാരുള്ള 4.5 കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേർ നഷ്ടമായ ശ്രുതിക്ക് തൻ്റെ പ്രതിശ്രുത വരനെയും നഷ്ടമായി. വയനാട് വെള്ളാരംകുന്നിൽ ഓംനി വാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെയ്സൺ ശ്രുതിയെ തനിച്ചാക്കി യാത്രയായി. അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്ന് ജെയ്സൺ അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2 മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെയ്സണും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ്. ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിച്ചത്. ഉരുൾപൊട്ടൽ മരിച്ച കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ മാസം വിവാഹം നടത്താനായിരുന്നു തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളിൽ നിലപാട് അറിയിക്കാൻ WCC അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ഉറപ്പാക്കണം. SIT അന്വേഷണത്തിൻ്റെ പേരിൽ സ്വകാര്യത ലംഘനം ഉണ്ടാവരുത്. വനിതകൾക്ക് ലൊക്കേഷൻ സ്വകാര്യത ഉറപ്പാക്കണം. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ WCC മുഖ്യമന്ത്രിയെ അറിയിച്ചു. ദീദി ദാമോദരൻ, റീമ കല്ലിങ്കാൾ, ബീന പോൾ, രേവതി തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചുവെന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണെന്നും കോടതിയുടേത് ഉചിതമായ നിലപാടാണെന്നും അതിനെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. RSS ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബലയെയും റാം മാധവിനെയും 10 ദിവസത്തെ ഇടവേളകളിൽ ADGP അജിത് കുമാർ കണ്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ സ്പീക്കർ AN ഷംസീറിനെതിരെ കടുത്ത വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കറും CPI നേതാവുമായ ചിറ്റയം ഗോപകുമാർ. RSSനെ ന്യായീകരിച്ച് ശരിയായില്ലെന്നും സ്പീക്കറുടെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. PV അൻവറിൻ്റെ ആരോപണങ്ങൾക്കുണ്ടാക്കിയ വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ സമവായ ഫോർമുലയുമായി CPMഉം സർക്കാരുമെന്ന് റിപ്പോർട്ടുകൾ. ADGP അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകും. എന്നാൽ അൻവർ ഇനി അധികം മിണ്ടരുതെന്നാണ് CPM മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നും അൻവറിനെ അറിയിച്ചതായാണ് വിവരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദം മുറുകുമ്പോഴും ADGP MR അജിത് കുമാറിനെ മാറ്റുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായില്ല. CPI മന്ത്രിമാരടക്കം പ്രശ്നം ഉന്നയിച്ചില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. മലയാളത്തിലുള്ള വിവരാവകാശ അപേക്ഷകൾക്ക് മലയാളത്തിൽ തന്നെ മറുപടി നൽകണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ AA ഹക്കീം പറഞ്ഞു. അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമം. നികുതിപ്പണം എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്ന വിവരം കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ പൗരന് ലഭ്യമാക്കുകയാണ് ഈ നിയമത്തിലൂടെ സാധ്യമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരെ പരക്കെ പരാതികൾ ഉയർന്നിട്ടും നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടാകില്ല എന്നാണ് സൂചന. ചർച്ച വേണമെന്ന് RJD ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വീകരിച്ചത്. RSS നേതാവിനെ കണ്ടതുകൂടി അന്വേഷിക്കാമെന്നും നടപടി അതിനുശേഷം എടുക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് നടന്മാരായ ജയസൂര്യയും ബാബുരാജും ഹൈക്കോടതിയിൽ. പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്ന തീയതികളിലടക്കം വൈരുദ്ധ്യമുണ്ടെന്ന് ജയസൂര്യ ഹർജിയിൽ പറയുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബാബുരാജ് പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത്. തുടർന്ന് ബലാത്സംഗം കുറ്റം ചുമത്തി അടിമാലി പോലീസ് കേസെടുത്തിരുന്നു. PV അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ സർക്കാരിനെതിരെ ആരോപണമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന ആരോപണം അതീവ ഗൗരവമേറിയതാണെന്നും നടപടിയെടുത്ത് അറിയിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കത്ത് നൽകി.
ജാതി സർട്ടിഫിക്കറ്റിന്റെ നിയമസാധുതയെക്കുറിച്ച് ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ജാതി സർട്ടിഫിക്കറ്റ് ചോദ്യം ചെയ്യാനാകുമോയെന്നും സർട്ടിഫിക്കറ്റ് നൽകിയ അധികാരിയെ കേൾക്കാതെ കോടതിക്ക് സർട്ടിഫിക്കറ്റ് തള്ളാനാകുമോയെന്നും ജസ്റ്റിസ് ചോദിച്ചു. തുടർവാദം ഈ മാസം 25 മാറ്റി. ഓണത്തിന് ബാംഗ്ലൂർ മലയാളികൾക്ക് ആശ്വാസമായി ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടി. സെപ്റ്റംബർ 13 ഹുബ്ബള്ളിയിൽ നിന്ന് കൊച്ചുവേളിയിലേക്കാണ് പ്രത്യേക തീവണ്ടി റിസർവേഷൻ തുടങ്ങിയത്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചു മൂടിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. സുഭദ്രയുടെ ശരീരത്തിൽ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലും കഴുത്ത്, കൈ എന്നിവ ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ VK പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ VK പ്രകാശിന് നിർദ്ദേശം നൽകിയ കോടതി അറസ്റ്റുണ്ടാകുന്ന പക്ഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണമെന്നും വ്യക്തമാക്കി. വാളയാർ പെൺകുട്ടികൾക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജനെതിരെ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഉദ്യോഗസ്ഥൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഉദ്യോഗസ്ഥനെതിരെയല്ല, ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തത് കേൾപ്പിച്ച മാധ്യമ സ്ഥാപനത്തിനെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് 4 പുതിയ സർക്കാർ ITIകൾ കൂടി ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരത്തെ ചാല, പിച്ചി, തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി, താവന്നൂർ മണ്ഡലത്തിലെ എടപ്പാൾ എന്നിവിടങ്ങളിലാണ് പുതിയ ITIകൾ ആരംഭിക്കുക. ഇവയിലെ ട്രേഡുകൾ സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓരോ പരാതിയിലും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി എത്രയും വേഗം ചാർജ് ഷീറ്റ് സമർപ്പിക്കണമെന്ന് KK ശൈലജ MLA. ഇന്ത്യയിലെ സിനിമാ രംഗമാകാൻ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തി സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും KK ശൈലജ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് താനൂർ DYSP VV ബെന്നി. മൂട്ടിൽ മരം മുറി കേസ് അന്വേഷിക്കുന്നതിന് വിരോധമാണ് ഇതിന് പിന്നിലെന്ന് VV ബെന്നി പറഞ്ഞു. ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.